പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 18 വാക്യത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തേജസ് കാണുവാൻ ആഗ്രഹിച്ച ഒരു മോശയെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ തേജസ് കാണാൻ വേണ്ടിയാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വം കാണാൻ വേണ്ടിയാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ മുഖം കാണാൻ വേണ്ടിയാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ കട്ടതയുടെ നടുവിൽ പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് അതേ യോഹന്നാൻ അപ്പോസ്തലൻ കിടക്കുമ്പോൾ താൻ കാണാൻ ആഗ്രഹിച്ചത് തേജോമനായ ദൈവത്തിന്റെ തേജസ്സാണ്. കാരണം ആ തേജസ് കണ്ടവരുടെ മുഖം വാടിയിട്ടില്ല. ദൈവ തേജസ് പ്രാപിച്ചവർ ഇരുട്ടിൽ പോയിട്ടില്ല. ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചവർ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ളൂ. ലക്ഷോപലക്ഷം ജനത്തെ നയിക്കുവാൻ മുൻപോട്ടിറങ്ങിയ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു: ദൈവമേ, അങ്ങയുടെ തേജസ് എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എല്ലാത്തിനും ഉപരിയായി നാം കാണുന്നതും കാണാൻ പോകുന്നത് ലോകപ്രകാരമുള്ള സകല കാഴ്ചകളേക്കാൾ അധികമായി നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ തേജസ്സാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചവർക്ക് സമാധാനമുണ്ട്. ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചവർക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചവരുടെ മുഖത്ത് പ്രസന്നതയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം തേജോമനായ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടുകൊണ്ട് മുൻപിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതേ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തേജസ്സേറിയ കർത്താവിന്റെ മുഖം കാണുവാൻ ഒന്ന് ആഗ്രഹിച്ചാട്ട് ഒന്ന് നെഞ്ചത്തെ കൈവച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്: ദൈവമേ, ഈ ലോകത്തിലുള്ള ഈ മായാ കാഴ്ചകളെ കാണുന്നതിനേക്കാൾ അധികമായി അതേ ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ മുഖം കണ്ട് ഞാൻ തൃപ്തനാകുമെന്ന് അതേ ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം തേജോമനായ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടുകൊണ്ട് വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളെ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ യാത്ര ശുഭകരമാകും. നമ്മൾ ചെല്ലുന്ന ഇടത്ത് ദൈവപ്രവൃത്തി കാണാൻ സാധിക്കും. ആകയാൽ ഈ വചനം നമുക്ക് അനുഗ്രഹമാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.